നമ്മുടെ സച്ചിയുടെ സ്വഭാവം പഴയതിനേക്കാൾ പിന്നത്തതായിരിക്കുകയാണ്. നമ്മുടെ സച്ചി നല്ല രീതിയിൽ മദ്യപാനിയായി മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ സച്ചി മദ്യപിച്ചിട്ട് ആളുകളെയൊക്കെ തല്ലി പഞ്ചറാക്കിയിട്ടിരിക്കുകയാണ്. എന്തിനായിരിക്കും സച്ചി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എന്താ പറയുന്നത് അറിയാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. ഞാൻ പറയാനായിട്ടും റെഡി ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഇത് 7-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 8-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രേവതിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അതായത് സച്ചി വന്നിട്ട് രേവതിയെ കുറിച്ചിട്ട് ഒരുപാട് അധിക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതിയെ തല്ലാനൊക്കെ കൈ ഉയർത്തിയതൊക്കെ കണ്ടിട്ട് ആകെ സങ്കടപ്പെട്ടാണ് നമ്മുടെ അമ്മയും ദേവുവും കൂടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രേവതിക്ക് ഒരു മനസ്സമാധാനവും കിട്ടിയില്ല. അപ്പോൾ അമ്മയെയും ദേവുവിനെയൊക്കെ ഒന്ന് പോയി കാണാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ രേവതി വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് രേവതി എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ലക്ഷ്മി രേവതിയെക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ലക്ഷ്മി പറയുകയാണ്, മോളെ ശരിക്കും പറയാം, ദേവുവിനോടും അതുപോലെ ശരത്തും ഉണ്ട്, അവരുടെ അടുത്താണ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ശരിക്കും സച്ചിയുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് പഴയ ഇതൊക്കെ മറന്നിട്ട് ഇപ്പോൾ മോളെ നന്നായിട്ട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നെന്നാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് ശരിയായി പോകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ലക്ഷ്മി പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശരത്ത് പറയണം, അമ്മേ അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാണ്. ശരിക്കും എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം നല്ലൊരാളാണ് അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സച്ചേട്ടൻ്റെ സ്വഭാവം അമ്മ പലപ്പോഴും കണ്ടിട്ടില്ലേ. അദ്ദേഹത്തിൻ്റെ അമ്മയാണെങ്കിൽ പോലും എന്തെങ്കിലും ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ അപ്പം തന്നെ പ്രതികരിക്കുന്ന ആളാണ് സച്ചേട്ടൻ. പിന്നീട് ചേച്ചി കാണിച്ചതും ശരിയായില്ല. ആ കാര്യങ്ങളൊക്കെ ചേച്ചി അപ്പം തന്നെ സച്ചേട്ടനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയണം, മോനെ അത് പറയാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, പിന്നെ അന്നേരം ആ ഒരു കലിപ്പിൽ നിൽക്കുന്ന സമയത്തിന് ആ കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ആ ഗജാനന്ദനെ സച്ചി വെച്ചിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ആറി തണുത്തതിന് ശേഷം പറഞ്ഞിട്ടും സച്ചിയുടെ സ്വഭാവം ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ അന്ന് മോള് പറയാതിരുന്നതിൽ അവളെ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രേവതിയെ കാണുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ദേവു ആണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവു ആ ചേച്ചി എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മി ചോദിക്കുകയാണ്, ആ മോളെ രേവതി, നീ എന്താ മോളെ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്? സച്ചി പറഞ്ഞിട്ട് തന്നെയാണോ നീ വന്നത്? നീയും സച്ചിയും വഴക്കൊക്കെ മാറിയോ എന്നൊക്കെ ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ നമ്മുടെ ലക്ഷ്മി ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് സങ്കടമാവുകയാണ്. രേവതി എന്നാലും അതൊക്കെ മനസ്സിൽ അടക്കി പിടിച്ചിട്ട് അമ്മയോട് പറയാണ്, അമ്മേ അതൊന്നും ഇനി ശരിയാവുന്നൊന്നും തോന്നുന്നില്ല അമ്മേ. അഥവാ ശരിയാവണമെങ്കിൽ അതിന് ഇനി ദിവസങ്ങളെടുക്കും. അദ്ദേഹം ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയാണ്, മോളെ അവൻ ശരിക്കും പറയുകയാണെങ്കിൽ അവൻ നല്ലവൻ തന്നെയാണ് മോളെ എന്നിങ്ങനെ പറയുമ്പോൾ ശരത്ത് ചോദിക്കുകയാണ്, അമ്മ കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയണം, മോനെ അത് ഞാൻ എൻ്റെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ സച്ചി നല്ലവൻ തന്നെയാണ്. മോള് മനസ്സമാധാനമായിട്ടിരിക്കെ, മോളുടെ ജീവിതം ശരിയായിട്ട് വരും. അച്ഛൻ്റെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആത്മാവ് മോൾക്ക് ഒപ്പമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയണം, ശരിയായി വന്നാൽ മതിയായിരുന്നു, ഞാനും അത് തന്നെയാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. എൻ്റെ നന്മ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹം മനസ്സിലാക്കാതെ പോയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ലത് മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്തത് ഇന്നിപ്പോൾ എനിക്ക് തന്നെ ശാപമായിട്ട് മാറിയിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതി പറയണം, അമ്മേ ഇനി ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയണം, മോളെ നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ, അതിന് മുമ്പേ പോവുകയാണോ? അതെ അമ്മേ, ശരിക്കും പറഞ്ഞാൽ അമ്മയും ദേവും ഒക്കെ കയറി വന്ന സമയം ഒട്ടും ശരിയായിരുന്നില്ല. എന്നെ അദ്ദേഹം തെറി പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത്, എന്നെ തല്ലാൻ കൈ ഓങ്ങിക്കൊണ്ടിരുന്ന സമയത്തല്ലേ നിങ്ങൾ രണ്ടാളും വന്നത്. നിങ്ങൾ നെഞ്ച് നീറിയാണ് അവിടെ നിന്ന് പോയത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എന്നെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ ഇരുന്ന ഒരു സമാധാനം കിട്ടില്ലമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ ദേവു പറയണേ, ചേച്ചി സമാധാനമായിട്ടിരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഈ പ്രശ്നമൊക്കെ പെട്ടെന്ന് തന്നെ തീരും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അതേ സമയത്ത്
നമ്മുടെ പലിശക്കാരനെയാണ് കാണിക്കുന്നത്. പുള്ളിയുടെ അടുത്ത് ഒരാൾ ചെല്ലുകയാണ്, ഒരാൾ പൈസ കൊണ്ട് ചെന്നിട്ട് അവധിയൊക്കെ പറയുകയാണ്. അങ്ങനെ ആ പുള്ളിക്കാരനെ നമ്മുടെ പലിശക്കാരൻ ഒത്തിരി എന്താ പറയുന്നത് തെറിയൊക്കെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ അയാളെ ആട്ടി ഓടിക്കുകയാണ്. പെട്ടെന്ന് പോയി മര്യാദയ്ക്ക് നീ എനിക്ക് തരാനുള്ള മുഴുവൻ കാശും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിൻ്റെ വണ്ടി ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പുള്ളി പോയി കഴിയുമ്പോഴത്തേക്ക് സച്ചിയെ വിളിക്കുകയാണ്. അങ്ങനെ സച്ചിയുടെ ഊഴമായിരിക്കുകയാണ്. സച്ചിയും നമ്മുടെ മഹേഷും കൂടിയാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഉടനെ തന്നെ പലിശക്കാരൻ ഇരിക്കാനൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചിയോട് ചോദിക്കുകയാണ്, പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയാണ്, പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ കൊണ്ടുവരാൻ ഞാൻ 10-20,000 രൂപ ശരിയാക്കി വച്ചിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല, അതിൻ്റെ പകുതി പൈസയേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ പലിശക്കാരൻ ചോദിക്കണം, ഇത് മേടിക്കുന്ന സമയത്ത് നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. അപ്പോൾ ഉടനെ സച്ചി പറയാണ്, സാറേ ആരെയും പറ്റിക്കാതെ തന്നെ പൈസ മുഴുവനും പെട്ടെന്ന് അടച്ചു തീർക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. സാറിനറിയാലോ ഇപ്പോഴും എൻ്റെ വണ്ടിക്ക് ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല, വണ്ടിക്ക് ഇപ്പോഴും പൈസ ഞാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സാറിന് തരാനുള്ള മുഴുവൻ പൈസയും ഞാൻ ഒപ്പിച്ച് വെച്ചിരുന്നതാണ്. അപ്പോഴാണ് വണ്ടിയുടെ സ്പെയർ പാർട്സ് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപയും കൂടി അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടായി, അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ കയ്യിൽ 10,000 രൂപയുള്ള സാർ ഇത് മേടിച്ചേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് സച്ചി. അപ്പോൾ ആ സമയത്തിന് അയാൾ പറയണം, വണ്ടിയുടെ ഡ്യൂ അടയ്ക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, വണ്ടിയുടെ ഡ്യൂ അടയ്ക്കണം, അതുപോലെ തന്നെ പലിശയ്ക്ക് എടുത്ത പൈസയുടെ പലിശയും തരാം, പിന്നെ ഇപ്പം വാടകയ്ക്ക് ഓടിക്കുന്ന കാറിൻ്റെ വാടക, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ സച്ചി കൊടുക്കാനുള്ളത്. അപ്പോൾ സച്ചി പറയണം, ഇത്രയും കൂടി ഒരുമിച്ച് തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല സാറ്, ഈ 10,000 രൂപ വച്ചിട്ട് പിന്നെ ഇപ്പോൾ ഓടുന്ന വണ്ടിയുടെ ഉണ്ടല്ലോ വാടക വണ്ടിയുടെ അതിൻ്റെ വാടകയുടെ ഇനത്തിൽ ഇത്തിരി കുറച്ച് തരണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ അയാൾ ചോദിക്കുകയാണ്, എന്താടാ നീ പറഞ്ഞത്, കുരച്ച് തരണമെന്നാ? കുരയ്ക്കാടാ, ഞാൻ കുരയ്ക്കാം, ബാവു 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 ഇങ്ങനെ കാണിക്കുകയാണ് അയാൾ പുള്ളിക്കാരൻ. അത് കാണുമ്പോഴുണ്ടല്ലോ സച്ചിയുടെ പ്രാന്തെല്ലാം കൂടെ വരികയാണ്. സച്ചി ഇങ്ങനെ കൈ ഇങ്ങനെ മുഷ്ടിയൊക്കെ ചുരുട്ടി ഇങ്ങനെ സഹിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മഹേഷ് ഇങ്ങനെ കൈ തട്ടിട്ട് ഒന്നും പറയല്ലേടാന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ഈ പുള്ളിക്കാരൻ സച്ചിയുടെ മുഖത്ത് നോക്കി ബഹു 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 ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് പറയണം, മതിയാടാ ഞാൻ കുരച്ചത്, ഇങ്ങനെ കുരച്ചാൽ മതിയാടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് പലിശക്കാരൻ പറയണം, എടാ നിൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് നീ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, എനിക്ക് പൈസ തന്നെ വേണമെന്നില്ല, ഞാൻ സ്വർണ്ണാഭരണങ്ങൾ ഞാൻ മേടിക്കും, എനിക്കത് ഇവിടെ സ്വർണ്ണാഭരണങ്ങളും എടുക്കും എന്നിങ്ങനെ പറയണം. അതിനുശേഷം അതിങ്ങനെ പറയണം, ദേ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു പെണ്ണുപിള്ള ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പെണ്ണുപിള്ള ഉണ്ടല്ലോ വീട്ടുകാരും അറിയാതെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്ന് പൈസ എടുത്തു. എന്നിട്ടൊടുക്കം പലിശ അടയ്ക്കേണ്ട സമയമായപ്പോൾ ദേ ഇങ്ങനെ വന്ന് കൈ മലർത്തി അങ്ങ് കാണിക്കുകയാണ്. കൈ മലർത്തി കാണിക്കുമ്പോൾ ഞാനങ്ങ് ചുമ്മാതിരിക്കുമോ? അപ്പം നോക്കിയപ്പോൾ കയ്യിൽ നിറയെ സ്വർണ്ണ വളയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്നോ, ആ ക്ഷണം തന്നെ 2 വളയും ഊരി മേടിച്ചു. അല്ല പിന്നെ എന്നോടാണ് അവരുടെ കളി എന്നിങ്ങനെ പറയാണ്. പക്ഷെ ആ പെണ്ണുപിള്ളയുടെ പേരെന്താ ആ പെണ്ണുപിള്ളയുടെ പേര് നാവിൻ്റെ തുമ്പിൽ വന്നിരിക്കുന്നു, പക്ഷെ പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. സച്ചിക്കാണെങ്കിൽ ക്ഷമ നശിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയണ, പേരെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ആ പെണ്ണുപിള്ളേരെ പേരിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നീ സ്വർണം കൊണ്ടുവന്നാൽ മതി എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണേ, എൻ്റെ കയ്യിൽ സ്വർണ്ണമൊന്നുമില്ല. നിൻ്റെ കയ്യിൽ എന്തിനാടാ സ്വർണം? നിൻ്റെ പൊണ്ടാട്ടി ഉണ്ടല്ലോ, അന്ന് ക്ഷേത്രത്തിൽ എനിക്ക് പലിശ തരാൻ വന്നപ്പോൾ ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു, അവളുടെ കാതിലും കഴുത്തിലും ഒക്കെ ഇഷ്ടംപോലെ സ്വർണം കിടപ്പുണ്ടല്ലോ, അതിൽ നിന്ന് 1-2 ഊരി മേടിച്ചോണ്ട് വാടാ. അപ്പം തന്നെ സച്ചി പറയണം, സച്ചിക്ക് ദേഷ്യം വന്ന് സഹിക്കാൻ വയ്യ. അപ്പോൾ സച്ചി പറയണം, സച്ചി അങ്ങ് എഴുന്നേറ്റ് വിട്ട് പറയണം, സാറേ അവളുടെ സ്വർണ്ണമൊന്നും ഊരി എടുപ്പൊന്നും നടക്കില്ല. സാർ എന്തായി പറഞ്ഞത്? ഞാൻ അവളുടെ കഴുത്തി കെട്ടിയ താലി സാറിന് ഊരി തരണമെന്നാണോ സാറ് പറഞ്ഞത്? അത് നടക്കില്ല സാറേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ പലിശക്കാരൻ പറയണേ, എങ്കിലേ ചെലമ്പാതെ എൻ്റെ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണേ, സാറേ പ്ലീസ്, ഞാൻ സാറിന് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന പൈസ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സാർ എനിക്കൊരു 4 ദിവസത്തെ സമയം താ, ആ 4 ദിവസത്തിനമ്മച്ച് ഞാൻ ഈ കുടിശ്ശിക കംപ്ലീറ്റ് അടച്ച് തീർത്തോളാം. രാവും പകലും ഓടിയിട്ടെങ്കിലും ഞാൻ ഈ കടങ്ങളൊക്കെ ഒരു വിധം ഞാനങ്ങ് ഒതുക്കി തന്നോളാം, അതായത് കുടിശ്ശിക ഉള്ളത് എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അപ്പോൾ മഹേഷ് പറയുകയാണ്, സാറേ ഇവൻ പറയുന്നത് സത്യമാണ് സാറേ, ഇപ്പോൾ പണ്ടത്തെ കണക്കൊന്നുമല്ല, ഇപ്പോൾ എല്ലാവർക്കും കാറൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ലോങ് ട്രിപ്പൊന്നും അങ്ങനെ കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ പലിശക്കാരൻ പറയണം, ഡാ നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോവരുത്, ദേ ഇവന് മാത്രമേ സംസാരിക്കാനുള്ള വോയിസ് ഉള്ളൂ, നീ ഇവിടെ ശബ്ദിക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. മഹേഷ് അപ്പം തന്നെ മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ
പലിശക്കാരൻ പറയണ, ഇനി നീ എൻ്റെ മുന്നിൽ നിൽക്കരുത്, നീ ഇവിടെ പൈസ വച്ചതിന് ശേഷം മാത്രം എൻ്റെ വണ്ടി കൊണ്ടുപോയാൽ മതി, ഈ പൈസകളുടെ കംപ്ലീറ്റ് കുടിശ്ശികയും എല്ലാം തീർത്തതിന് ശേഷം നീ വണ്ടി എടുത്താൽ മതി എന്ന് പറയുമ്പോൾ സച്ചി പറയണേ, സാർ പ്ലീസ് സാർ, വണ്ടി എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നാൽ ഞാൻ ഇവിടെ നിന്നാണ് പൈസ കൊണ്ടുവരേണ്ടത്, എൻ്റെ വണ്ടി ഇപ്പോഴും ഇറക്കാൻ പറ്റിയിട്ടില്ല, വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഓട്ടം ഓടിയിട്ട് കടം തീർക്കാൻ പറ്റൂ, എനിക്കൊരു 4 ദിവസത്തെ സമയം താ, ആ 4 ദിവസത്തിന് അമ്മച്ചി ഇപ്പോൾ കുടിശ്ശികകളെല്ലാം ഞാൻ റെഡിയാക്കി എടുക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നടക്കൂടാ, ഉള്ളതൊക്കെ തന്നെ നീ പറയുന്നത്? അതെ സാർ നടക്കും. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്, കൊണ്ടുപോയിക്കോ, പക്ഷെ 4-ൻ്റെ അന്ന് നീ ഇവിടെ പൈസ മൊത്തം കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ ഒരു കരാറ് സമ്മതിച്ചിട്ട് സച്ചി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ സച്ചി ഇറങ്ങി പോയിട്ട് താഴെ എത്തുമ്പോഴത്തേക്ക് സച്ചി പറയണം, അയാളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, എൻ്റെ കൈയുണ്ടല്ലോ തരിച്ച് കയറിയതാ, ഒരെണ്ണം പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത്. അയാൾ പൈസ തന്ന സമയത്ത് ചിരിച്ചുകൊണ്ടാണ് തന്നത്, അതേസമയം തിരിച്ചങ്ങോട്ട് മേടിക്കുന്ന സമയത്ത് കണ്ടില്ലേ തനി പലിശക്കാരൻ്റെ സ്വഭാവം അയാൾ കാണിക്കുന്നത്. അയാൾക്കുണ്ടല്ലോ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുത്ത താലിമാല വേണം പോലും, അവനെ ഉണ്ടല്ലോ കുനിച്ചു നിർത്തി 2 ഇട്ടി കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്, പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് സഹിച്ചതാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മഹേഷ് പറയണേ, എൻ്റെ സച്ചി നീ ഈ എടുത്തുചാട്ടമൊക്കെ ഒന്ന് കുറയ്ക്കടാ, നിൻ്റെ ഈ എടുത്തുചാട്ടം ഉണ്ടല്ലോ നിനക്ക് ഒരിക്കലും നല്ലത് വരുത്തത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മഹേഷ് പറയണം, ബാ ഇനിയിപ്പോൾ എന്തായാലും നീ നിൻ്റെ വീട്ടിൽ പൊയ്ക്കോ, ഇനിയിപ്പോൾ രാത്രി കിടന്ന് ഓടാനൊന്നും നിൽക്കണ്ട. ഞാനോ വീട്ടിൽ പോണതോ? ഞാൻ ഇന്ന് വീട്ടിൽ പോയത് കണക്ക് തന്നെ, വീട്ടിൽ ചെന്നാലുണ്ടല്ലോ അവളുടെ മുഖം ഞാൻ കാണേണ്ടി വരും, എനിക്ക് അവളുടെ മുഖം കാണണ്ട, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്കില്ല. എടാ നീ എന്തിനടാ ഇങ്ങനെ രേവതിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവൾ അതിന് വേണ്ടിയിട്ട് എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരാ പറഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന്? എന്നെ കടക്കാരനാക്കിയതും ഇത്രയും വലിയ ബാധ്യത എൻ്റെ തലയിൽ എടുത്ത് വെച്ചതിനും മുഴുവൻ ഉത്തരവാദി അവൾ ഒറ്റൊരുത്തി തന്നെയാണ്. എടാ നീ രേവതിയെ കുറ്റപ്പെടുത്താതിരിക്കുക, പിന്നെ എന്തിനെ ഞാൻ കുറ്റപ്പെടുത്താതിരിക്കണം? അവളെന്ന് ആ ഒരു കാര്യം എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, CCTV ഫൂട്ടേജ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് പുഷ്പം പോലെ ഇറങ്ങി വരായിരുന്നു. അങ്ങനെ ആകുമ്പോൾ എൻ്റെ വണ്ടിക്ക് ഈ കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഇതിനെല്ലാത്തിനും കാരണക്കാരി ആയോള് നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുകയാണ്, കള്ളി. അതുകൊണ്ട് ഇനി എനിക്ക് അവളോട് പഴയതുപോലെ ഒന്നുമില്ല എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അതിനുശേഷം മഹേഷ് പറയണേ, എങ്കിൽ പിന്നെ എന്താ നീ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? എനിക്കിത്തിരി സ്വസ്ഥത വേണം, സ്വസ്ഥത കിട്ടുന്ന ഒരിടത്തേക്ക് മാറണം. അപ്പോൾ ഉടനെ മഹേഷ് പറയണേ, നീ ഏതെങ്കിലും ക്ഷേത്ര പരിസരത്ത് പോയി കിടക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അയ്യേ, ക്ഷേത്ര പരിസരത്ത് അതിന് ആര് കിടക്കുന്നു? അതൊക്കെ നമ്മൾ ദൈവം എന്ന് പറയുന്നൊരു സാധനത്തിനെ എല്ലാവരും വിളിച്ച് എപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ അസ്ഥാനത്തും ഒക്കെ വിളിക്കുക ചെയ്യുന്നത്. എന്തായാലും ഞാൻ ആ കൂട്ടത്തിലല്ല. പണ്ടൊക്കെ നമ്മൾ എന്താ ചെയ്തിരുന്നത്? മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് 1 സെക്കൻഡ് കൊണ്ട് മനസ്സമാധാനം കിട്ടുന്നൊരു സ്ഥലമുണ്ടല്ലോ, മദ്യ ഷാപ്പ്, അങ്ങോട്ടേക്ക് പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നീ വാടാ, നമുക്ക് ബാറിൽ പോയി ഒന്ന് മിനിങ്ങാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി നമ്മുടെ മഹേഷിനെയും കൂട്ടി പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ സുധിയെയാണ് കാണിക്കുന്നത്. സുധിയുടെ ജോലിക്കൊക്കെ പോയിട്ട് സുധി വൈകിട്ട് വരികയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് പുള്ളിക്കാരൻ. ഓട്ടോറിക്ഷയിലൊക്കെ വന്നിറങ്ങുകയാണ്. അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഓട്ടോറിക്ഷയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി പാഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. ചന്ദ്രമതി ചെന്നുടനെ ചോദിക്കണം, മോനെ സുധി, അമ്മ എത്ര നേരമുണ്ടേ മോനെയും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയായിരുന്നെന്നറിയാമോ? നീ വരുന്നത് കാത്ത് അമ്മ നിൽക്കിയിരുന്നു മോനെ, ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ എന്ന് ചോദിക്കണം. അപ്പോൾ സുധി പറയണം, അമ്മേ എനിക്ക് ആ ജോലി കിട്ടി അമ്മേ. എൻ്റെ മോന് ജോലി കിട്ടിയോ? എങ്ങനെ സംഭവിച്ചു മോനെ ഇത്? അപ്പോൾ ഉടനെ അങ്ങോട്ടേക്ക് ശ്രുതി വരികയാണ്. ശ്രുതി ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു ശ്രുതി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ? എൻ്റെ ശ്രുതി, എനിക്ക് ജോലി കിട്ടി. ആണോ? കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ശ്രുതി പറയുകയാണ്, എന്തായാലും ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സുധി. എൻ്റെ ശ്രുതി, എനിക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ, ആ ജോലി എൻ്റെ ഈ ഡിഗ്രിക്കൊന്നും പറ്റിയ ജോലിയൊന്നും അല്ലെന്നേ. ഇത്രയും ഡിഗ്രി വാരി കൂട്ടി വെച്ചിരിക്കുന്ന എനിക്ക് ഒരു മാരുതി ഷോറൂമിലെ സെയിൽസ്മാനായിട്ട് നിൽക്കേണ്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു പിന്നീട് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോവാമെന്ന് വെച്ചത് തന്നെ. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ഉടനെ ചന്ദ്രമതി പറയണേ, എൻ്റെ സുധി നീ ഒന്ന് പതുക്കെ പറ, ആ രേവതി കേട്ടാലുണ്ടല്ലോ നമുക്ക് കുറച്ചില്ല. നിനക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യമൊന്നും ഇവിടെ മറ്റാർക്കും അറിയില്ല. അവൾ കേട്ടാലുണ്ടല്ലോ നേരെ ചെന്ന് രവിയേട്ടൻ്റെ കാതിൽ കൊടുക്കും. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ്, അതിന് അവളിവിടെ ഇല്ലല്ലോ ആൻറ്റി. അവളിവിടെ ഇല്ലേ? അവൾ എങ്ങോട്ട് പോയി? അതെനിക്കറിയില്ല, അവൾ പുറത്തേക്ക് എവിടെ പോയി. അവളിങ്ങ് വരട്ടെ, അഹങ്കാരി, എന്നോടൊരു വാക്ക് പറയാതെ അവൾ ഊരി ചുറ്റി നടക്കുകയാണോ? അപ്പോൾ തന്നെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, പറയേണ്ടിയിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്.
അപ്പം നമ്മുടെ ശ്രുതിയോട് ഇൻ്റർവ്യൂവും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ തിരക്കാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രമതിയും. അപ്പോൾ ശ്രുതി പറയാണ്, അമ്മേ അവിടെ ചെന്നെങ്കിലുണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഭയങ്കര രീതിയിലുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണെന്ന്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വളരെ സിമ്പിളായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഡിഗ്രികളൊന്നും അയാൾ ചെക്ക് ചെയ്ത് നോക്കിയത് കൂടിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനിരുന്ന ആളുണ്ടല്ലോ, ആ സ്ഥാപനത്തിൻ്റെ MD, പുള്ളിക്കാരൻ 10ാം ക്ലാസ് പോലും ജയിച്ച ആളല്ലെന്നാണ് തോന്നുന്നത്. ശരിക്കും അയാളുടെ ദാരിദ്ര്യങ്ങൾ പറയുന്നത് കേട്ട് മടുത്തു. അയാൾ പറയുന്ന കംപ്ലീറ്റ് ദാരിദ്ര്യ കണക്കാമേ. അങ്ങേര് പണ്ട് കാലത്ത് ഒരു വർക്ക്ഷോപ്പ് ഇട്ടിട്ട് ആ വർക്ക്ഷോപ്പിൽ നിന്ന് പടിയായിട്ട് 10-20 വർഷം കൊണ്ടാണ് ദേ ഇത്രയും വലിയ ലെവലിൽ എത്തിയെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയണം, അതേ ശ്രുതി അങ്ങനെയേ പറ്റുള്ളൂ. നമ്മൾ കഠിനാധ്വാനം കൊണ്ട് ഉയർന്നു വരുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ സമ്പന്നരാകുന്നതിനേക്കാൾ നല്ലത് അതാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയണേ, പിന്നെ എൻ്റെ പട്ടി കിട്ടും, എന്നെയല്ല എൻ്റെ പട്ടിയെ എന്തോന്നും പിന്നെ എൻ്റെ പട്ടി ചെയ്യും അങ്ങനെ എന്നിങ്ങനെ പറയുകയാണ്. ശ്രുതി പറയുകയാണ്, ഞാനല്ല എൻ്റെ പട്ടി ചെയ്യും അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് വലിയ ആളാവാനൊന്നുമേ എന്നെ കിട്ടില്ല ശ്രുതി എന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് പ്രവൃത്തിയിലല്ല കാര്യം, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകണം, അപ്പോഴായിരിക്കും. അല്ലാതെ നമ്മുടെ ശരീരം ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങേരെ മണ്ടനായോണ്ടല്ലേ അയാളൊരു ടൂൾസും കൊണ്ടിരുന്നിട്ട് ഇത്രയും വർഷം, ഒരു 20 വർഷം കഠിനാധ്വാനം ചെയ്തിട്ട് അയാൾക്ക് സംഭവം ഒരു 3-4 മാരുതി ഷോറൂമൊക്കെ ഉണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. 20 വർഷമല്ല അയാൾ കഷ്ടപ്പെട്ടത് എന്നിങ്ങനെ പറയുകയാണ്. മണ്ടൻ അയാൾക്ക് ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ല, പിന്നെ ഞാൻ അങ്ങ് നിന്ന് കൊടുത്തു എന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ഇങ്ങനെ ഈശ്വരാ എന്ത് ചെയ്യും, ഇയാളെ എങ്ങനെ റെഡിയാക്കി എടുക്കും എന്നുള്ള ധാരണയിൽ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണ, എന്തായാലും എൻ്റെ പൊന്നുമോന് കിട്ടിയ ജോലി ഇപ്പോൾ തൽക്കാലം കളയാനൊന്നും നിൽക്കേണ്ട, നല്ലൊരു ജോലി വരുമ്പോൾ മോൻ അതിന് പൊയ്ക്കോ, അതുവരെ എൻ്റെ പൊന്നു മക്കൾ ഈ ജോലി തന്നെ ചെയ്യണം കേട്ടോ. രവിയേട്ടന് മറ്റുള്ളവരൊക്കെ അറിഞ്ഞ് നിനക്ക് ജോലിയില്ലെന്ന് അറിഞ്ഞാലുണ്ടല്ലോ മഹാമോശമായി പോവും, അതുകൊണ്ട് പിന്നെ മക്കളെ ഈ ജോലിക്ക് പോകണം കേട്ടോ, ഇതെടുത്ത് കളഞ്ഞിട്ടൊന്നും വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ഉപദേശിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയാണ്, ഞാനൊന്ന് പോയി നോക്കട്ടെ, എനിക്ക് എൻ്റെ സ്റ്റാറ്റസിന് പറ്റിയതാണ്, ഇപ്പം ഈ പണി തന്നെ എൻ്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ല, പക്ഷേ എനിക്ക് സെറ്റ് ആവുകയാണെങ്കിൽ മാത്രമേ ഞാൻ അവിടെ തുടരുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ രേവതി നടന്നു വരികയാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ ചന്ദ്രമതി രേവതിയെ കാണുന്നതിന് മുമ്പ് തന്നെ പറയുകയാണ്, മോളെ ശ്രുതി ഇവൻ ക്ഷീണിച്ച് വന്നതാണ്, ഇവൻ ഇത്തിരി ജ്യൂസ് അടിച്ച് കൊടുക്കണമല്ലോ, മാതളമൊക്കെ ഞാൻ മേടിച്ച് ഫ്രഷ് ആയിട്ടുള്ള വാങ്ങിച്ച് അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രുതി കേട്ടുകൊണ്ട് നിൽക്കുന്ന ആ സമയത്താണ് നോക്കുമ്പോൾ രേവതി കയറി വരുന്നത്. രേവതിയെ കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഹാലിളവുകയാണ്. രേവതിയോട് ചോദിക്കണേ, എടി നിൽക്കടി എവിടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ രേവതിയോട് ചോദിക്കണം, നീ എവിടെ കറങ്ങി നടന്നടി ഇത്രയും നേരം? ഇവിടെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കണമെന്ന് നിനക്കറിയില്ലേ? നീ എവിടെ കറങ്ങി നടന്നു ഇത്രയും നേരം? അപ്പം രേവതി ചോദിക്കണം. രേവതിക്ക് ദേഷ്യം വരികയാണ്. വീട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കറങ്ങി നടക്കാനൊന്നും അല്ല അമ്മേ, അങ്ങനെ കറങ്ങി നടക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് പോകാൻ നേരത്ത് ചന്ദ്രമതി പറയണ്, നിൽക്കടി അവിടെ. അപ്പോൾ ഉടനെ രേവതി അവിടെ നിൽക്കുകയാണ്. എടി എൻ്റെ സുധിയുണ്ടല്ലോ, നിന്നെപ്പോലെ വീട്ടിലിരുന്ന് തിന്നുന്ന കൂട്ടത്തിലല്ല. എൻ്റെ പൊന്നുമോൻ പോയി ജോലിയും ചെയ്ത് ശരീരം അനങ്ങി വേദനിച്ച് വരുന്ന സമയത്ത് അവനൊരു ജ്യൂസ് കൊടുക്കാൻ പോലും ഈ വീട്ടിൽ ആരും ഇല്ലാതായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. രേവതി അന്നേരം ഇങ്ങനെ ആക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, എടി അവിടെ മാതളം കൊണ്ടുവച്ചിട്ടുണ്ട്, നല്ല മാതളം, അതിൽ വിളഞ്ഞത് നോക്കി എടുത്തിട്ട് കുരുവൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ചവറൊന്നും അതിനകത്തിടാതെ നല്ല വൃത്തിയായിട്ട് മാതള ജ്യൂസ് ഉണ്ടാക്കി അത് അരിച്ച് നല്ല വൃത്തിയായിട്ടൊരു ഗ്ലാസ്സിലാക്കിയിട്ട് ശ്രുതിക്ക് കൊണ്ട് കൊടുക്കടി എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? മര്യാദയ്ക്ക് ശ്രുതിക്ക് ജ്യൂസ് എടുത്തിട്ട് വാടി. എൻ്റെ മോന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവനൊരു ജ്യൂസ് കൊടുക്കണമെന്ന് നിനക്കറിയില്ലേ? അതിനുവേണ്ടി നീ ഇവിടെ നിൽക്കണമെന്ന് നിനക്കറിയില്ലേ? ഇപ്പോൾ വീട്ടിനകത്തുനിന്ന് പുറത്ത് പോകുമ്പം എന്നോട് പറയണമെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. രേവതി ഒന്നും മിണ്ടുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ ചന്ദ്രമതി പറയാണ്, നിനക്ക് ഇത്ര നേരം പറഞ്ഞിട്ട് എന്താടി കേൾക്കാൻ വയ്യേ? പെട്ടെന്ന് പോയി അവന് ജ്യൂസ് എടുത്തിട്ട് വാ പോ. അപ്പോൾ ഉടനെ രേവതി ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ശ്രുതിയെ നോക്കുകയാണ്. അപ്പോൾ ശ്രുതിയെ നോക്കിയിട്ട് പറയും, ശ്രുതി എന്ന് വിളിക്കുകയാണ് രേവതി. അപ്പോൾ ശ്രുതി വയ്ക്കണം, എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണം, അതേ മിക്സിയുടെ ജാറ് കഴുകി തുടച്ചവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്, പിന്നെ മാതളം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്,
പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അടുക്കളയിലുണ്ട്. അടുക്കളയിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ പഞ്ചസാര ഇരിക്കുന്നത്. നീ പോയി നിന്റെ ഭർത്താവിന് ജ്യൂസ് അടിച്ച് നീ തന്നെ കൊടുത്തേരാ കേട്ടോ എന്ന് പറഞ്ഞിട്ട് രേവതി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുന്നു. ശ്രുതിയും തമ്മിൽ ഇങ്ങനെ പരസ്പരം നോക്കുന്നു. അപ്പം ചന്ദ്രമതി പറയണ, നിൽക്കണേ അവിടെ, നീ ഇവിടെ ഉത്തരവിട്ടിട്ട് എങ്ങോട്ടടി കയറി പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ പറയണേ, ഇറങ്ങി വാടി ഇവിടെ, നീ ശ്രുതിയോട് ആജ്ഞാപിക്കാൻ നീ ആരാടി ഇവിടുത്തെ? ശ്രുതിയാണോടി ഇതൊക്കെ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, ശ്രുതിയുടെ ഭർത്താവിന് വല്ലതും കൊടുക്കണമെങ്കിൽ ശ്രുതിയുടെ ആവശ്യമാണ്, അത് എൻ്റെ ബാധ്യതയല്ല. നീയാണോടി അത് തീരുമാനിക്കേണ്ടത്? വന്ന് മര്യാദയ്ക്ക് ശ്രുതിക്കെടുത്ത് കൊടുക്ക്. രേവതി ഇങ്ങനെ നോക്കിയിട്ട് മൈൻഡ് ചെയ്യാതെ ഒരു പോക്കം കയറി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി വിളിച്ചു പറയണം, ഹെടി നീ താഴെ നിൽക്ക്. ഇന്നലെ വരെ നിന്റെ ഭർത്താവുണ്ടല്ലോ നിന്നെ തലയിൽ വച്ചുകൊണ്ടാണ് നടന്നത്. ഇപ്പോഴുണ്ടല്ലോ അവൻ നിന്നെ നിലത്തിട്ട് ചവിട്ടി തേച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന നിനക്ക് ഇത്രയും ജാടയുടെ ആവശ്യമൊന്നും വേണ്ടടി. നീ ഈ ജാട കാണിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇനി അവൻ്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല. നീ വെറുതെ കിടന്നിങ്ങനെ കാണിക്കാന്നുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. രേവതി എന്തിരുന്നോ, രേവതി അത് കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് ഒരൊറ്റ പോക്കങ്ങ് പോവാണ്. അപ്പം ചന്ദ്രമതിക്ക് ഇങ്ങനെ പ്രഷർ കയറുകയാണ്. ചന്ദ്രമതി ഇങ്ങനെ നിന്നിട്ട് പറയണം, അവൾ കയറി പോയത് കണ്ടില്ലേ, മോളെ ശ്രുതി എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയണം, ആ സാരമില്ലമ്മേ, ഞാൻ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം. വേണ്ട, നീ എങ്ങും പോകണ്ട, എൻ്റെ പൊന്നു മോൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ജ്യൂസ് എടുത്തിട്ട് വരാം. ഇവന് മാത്രമല്ല മോൾക്കും കൂടി കൊണ്ടുതരാം. എൻ്റെ മോളെയും മരുമോനെയും നോക്കാനേ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അടുക്കളയിലേക്ക് പോവുകയാണ്. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ സച്ചി ആണെങ്കിൽ ഇരുന്നിട്ട് മദ്യപിക്കുകയാണ്. മഹേഷും ഉണ്ട് ഒപ്പം. അങ്ങനെ അവർ നല്ല രീതിയിൽ മദ്യപിക്കുകയാണ്. അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയണം, കണ്ടില്ലേ ആ പലിശക്കാരൻ, അയാൾ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ള കാര്യം നീ കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ മഹേഷേ. എൻ്റെ ശരിക്കുള്ള സ്വഭാവത്തിനുണ്ടല്ലോ അയാളെ ആ നിമിഷം അവിടെ ഇട്ട് ചവിട്ടി തേക്കേണ്ടതാണ്. പക്ഷെ ഞാനത് ചെയ്തില്ല. എല്ലാത്തിനും കാരണം അവളാണ്, ആ രേവതി കാരണമാണ് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത്. അത് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പുള്ളിക്കാരൻ കുടിക്കുകയാണ്. മഹേഷ് പറയാണ്, സച്ചി നീ ഓവറായിട്ടുണ്ട്, ഇനി മതിയാക്ക്, വീട്ടിൽ പോകാൻ നോക്ക്, രേവതി കാത്തിരിക്കുകയായിരിക്കും. നീ അവളുടെ പേരെൻ്റെ അടുത്ത് മിണ്ടിപ്പോവരുത് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ്റെ ഇരുന്ന് വീണ്ടും അറിഞ്ഞു വിടുകയാണ്, വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് കക്ഷികൾ അങ്ങോട്ടേക്ക് വരികയാണ്. അതിലൊരു മൂക്കി ചുട്ടിയിട്ട ആളും മറ്റേ ആളും കൂടി വരികയാണ്. മൂക്കി ചുട്ടി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കഞ്ചാവ് കടത്തി പ്രതിയിൽ ഒരാളിങ്ങനെ മൂക്കിച്ചിട്ടി വെച്ചതായിരുന്നല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഗജാനന്ദൻ്റെ ഗുണ്ടകൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ സച്ചിയെ കാണുകയാണ്. സച്ചി നന്നായിട്ട് കണ്ണു പോലും തുറക്കാതെ ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ അതിലുള്ള ഒരാൾ പറയണത്, നോക്കടാ സച്ചി അവിടെ ഇരുന്ന് മദ്യപിക്കുന്നത്, നമുക്ക് അവനെ നന്നായിട്ടൊന്ന് ചൊറിയാം, ഇപ്പോഴാകുമ്പോഴുണ്ടല്ലോ അവൻ നേരെ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് അവരടുത്തേക്ക് ചെന്നിട്ട് സച്ചിയെ പ്രകോപിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ഗജാനന്ദൻ്റെ വീരകൃത്യങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അളിയാ ഗജാനന്ദൻ കൊടുത്ത മുട്ടം പണിയുണ്ടല്ലോ, ഇവൻ്റെ വണ്ടി ഇന്നേ വരെ ഇവനെ ഇറക്കാൻ പറ്റിയിട്ടില്ല, ദേ കണ്ടില്ലേ ഇപ്പോൾ അവൻ മദ്യപിച്ച് തള്ളുന്നത് എന്നൊക്കെ പറയുകയാണ്. ഒടുവിൽ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ പറയുകയാണ്, എന്തായാലും ഗജാനന്ദൻ ഇനിയും വെറുതെ വിടത്തില്ല, ഇവൻ എവിടെ പോയാലും ഇവൻ്റെ പിന്നാലെ ഉണ്ടാവും, ഇവനെ ഉണ്ടല്ലോ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി ചാർജ് ആവുകയാണ്. സച്ചി ചാടി പറിച്ചെഴുന്നേക്കുകയാണ്. അതിലൊരുത്തനെ ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് അവൻ്റെ മുഖം ടേബിളിൽ അമർത്തി ഞെക്കി വെച്ചിട്ട് ഇങ്ങനെ തേച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറിലുള്ള ബാക്കി ജീവനക്കാരും കാര്യങ്ങളൊക്കെ മാനേജറൊക്കെ ഓടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് പറയണേ, എടാ സച്ചി എന്താണ് നീ കാണിക്കുന്നത്, എടാ നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്ന് പോടാ, മതി, നിൻ്റെ ആവശ്യത്തിന് വലിച്ച് കയറ്റിയില്ലേ, ഇനി നീ പോ എന്നും പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അപ്പോൾ സച്ചി കുറേ നേരം അങ്ങനെ തന്നെ അയാളെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ കൂടെ തന്നെ വന്ന മറ്റൊരു നമ്മുടെ എന്താ പറയുന്നത് ഗജാനന്ദൻ്റെ ഗുണ്ട പറയുകയാണ്, അയ്യോ എടാ വിടടാ ഇവനെ എന്നും പറഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേക്ക് സച്ചി മിണ്ടരുത്, നിന്നെ ഞാൻ കൊന്നുകളയും മിണ്ടിപ്പോയാലെന്ന് പറയുകയാണ്. അങ്ങനെ ആ പുള്ളിക്കാരൻ അങ്ങ് മാറി നിൽക്കുകയാണ്. അങ്ങനെ ഈ പുള്ളിയെ തേച്ചൊട്ടിച്ചതിന് ശേഷം ചെകിടത്തോർണം പൊട്ടിച്ചങ്ങ് മാറ്റി നിർത്തുകയാണ്. അപ്പോൾ മഹേഷ് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ബില്ലൊക്കെ അടച്ചിട്ട് സച്ചിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് മഹേഷ് പറയുകയാണ്, എടാ സച്ചി നീ ഇത്തിരി ബോറാവുന്നുണ്ട് കേട്ടോ, നിനക്കിപ്പോൾ കുറേ നാളുണ്ട് ഈ സ്വഭാവങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ, നീ മര്യാദയ്ക്ക് വീട്ടിൽ പോ. ഇല്ലടാ ഞാൻ വീട്ടിൽ പോവില്ല, നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, രേവതി അവിടെ രേവതിയുടെ പേര് മിണ്ടിയാലുണ്ടല്ലോ തല്ല് വാങ്ങിക്കും നീ എൻ്റെ കയ്യിൽ നിന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒടുവിൽ എന്താ ചെയ്യുന്നത്,
ഒടുവിൽ കൂടുതലൊന്നും പറയണ്ടല്ലോ, നമ്മുടെ സച്ചി വീട്ടിൽ പോവില്ലെന്ന് തന്നെ കട്ടായി നിൽക്കുകയാണ്. മഹേഷിനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുകയാണ്. മഹേഷിനാണെങ്കിൽ സച്ചി കളഞ്ഞിട്ട് പോകാനും പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഉണ്ടല്ലോ, നമ്മുടെ ശ്രുതിയും സുധിയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും രാത്രി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുകയാണ്. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്ന ആ ഒരു സമയത്തിന് നമ്മുടെ സുധി ഓട്ടോക്കാരന് പൈസ ഒക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ നടക്കാൻ നേരത്ത് നമ്മുടെ ശ്രുതിയുടെ കാല് എന്താ പറയുന്നത്, ഇഴച്ചഴിച്ച് നടക്കുകയാണ്. അപ്പോൾ സുധി ചോദിക്കണേ, എന്താ ശ്രുതി, നിന്റെ കാലിന് ഇത് എന്ത് പറ്റി, നിനക്കെന്താ നടക്കാൻ മേലേ? ഇന്നിത്തിരി കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു സുധി, അപ്പോൾ എല്ലാം കൂടുതൽ സമയം നിന്നുള്ള ജോലിയല്ലേ, അതുകൊണ്ട് എനിക്ക് കാലിന് മസിലൊക്കെ നല്ല വേദനയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സുധി പറയുകയാണ്, നിനക്ക് 1-2 സ്റ്റാഫുകളെ കൂടെ വെച്ചുകൂടെ, എന്നിട്ട് നിനക്ക് ബില്ല് നിനക്ക് കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ ഇരുന്നാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണ, അതൊന്നും പറ്റില്ല സുധി, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് പൈസ അധികം നമുക്ക് കിട്ടത്തുള്ളൂ, നമുക്ക് കയ്യിൽ കിട്ടുന്ന പൈസ കുറച്ചുകൂടി കൂട്ടി വയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയണ്. അപ്പോൾ ശ്രുതി പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രുതി, നീ എവിടെയെങ്കിലും ഒരിടത്തിരിക്കണം, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം, അതാണ് അതിൻ്റേതായിട്ടുള്ളൊരു രസം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശ്രുതി പറയാണ്, അതൊന്നും പറ്റില്ല ശ്രുതി, നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് വേണം ജീവിക്കാൻ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ തത്തിപ്പറക്കി നടക്കുന്ന കാണുമ്പോഴത്തേക്ക് ശ്രുതി പറയണം, അവിടെ നിൽക്ക് ശ്രുതി. അങ്ങനെ ശ്രുതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി അടുത്ത് ചെന്നിട്ട് ശ്രുതിയെ കുറുകെ ഇങ്ങനെ എടുത്ത് പൊക്കുകയാണ്. അങ്ങനെ ശ്രുതി എടുത്ത് നോക്കുമ്പോൾ ശ്രുതി പറയണേ, എന്താ ശ്രുതി കാണിക്കുന്നത്, എന്നെ നിലത്തിറക്കി, ഞാൻ വീഴും, നീ എന്നെ വീഴൂല ശ്രുതി, നീ എന്നെ പിടിച്ചിരുന്നാൽ മതി എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയെ ചുറ്റി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറയുകയാണ്, നീ ഇങ്ങനെ ഇരുന്നോ, നിന്നെ ഞാൻ മുറിയിൽ എടുത്തുകൊണ്ട് കൊണ്ടുപോയിക്കോളാം എന്നിങ്ങനെ പറയുകയാണ്. കുറച്ച് മുമ്പ് രേവതിയെ സച്ചി എടുത്തുകൊണ്ട് പോയതുപോലെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ശ്രുതി പറയണ്, ആരെങ്കിലും കണ്ടാലോ? പിന്നെ ആരെങ്കിലും കണ്ടാലെന്താ, നീ എൻ്റെ ഭാര്യയല്ലേ, നിന്നെ എനിക്ക് എടുക്കാനുള്ള ലൈസൻസാണ് നിൻ്റെ കഴുത്തിൽ കിടക്കുന്നത്, അതുകൊണ്ട് ആര് കണ്ടാലും എനിക്ക് ഒരു പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ തറയിലാക്കാതെ നമ്മുടെ ശ്രുതി ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ശ്രുതിയും സുധിയെയും കാണിച്ചിട്ട് നമ്മുടെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു, നല്ല രസമായിരുന്നു. എന്തായാലും എപ്പിസോഡ് ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ കമൻറ്റൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഇത്തിരി മടിയാണ്, എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ പ്ലീസ്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.